ചാനൽ ചർച്ചയിലെ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവിനെതിരെ കേസെടുക്കുകയും ബി.ജെ.പി. നേതാക്കളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ബി.ജെ.പിയുടെ മാർച്ച് നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസ് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമൊക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ അപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. എം.എസ്. ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ഇപ്പോൾ ഈ മാർച്ച് ഏതവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്? ഈ കേസ് എടുത്തതാണോ പ്രശ്നം, അതോ വീട്ടിൽ പരിശോധന നടത്തിയതാണോ? മാർച്ച് അവസാനിച്ചു. പ്രവർത്തകർ ഇപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ ബി.ജെ.പി. വക്താവായ പ്രിന്റു മഹാദേവാണ് ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്തു. ഇതോടുകൂടിയാണ് പിന്നീട് പോലീസ് കേസെടുക്കുന്ന നിലയിലേക്ക് എത്തിയത്. പേരാമംഗലം പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രിന്റുവിനെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. പ്രിന്റുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി പല ബി.ജെ.പി. നേതാക്കളുടെ വീടുകളിലും പോലീസ് ഇന്നലെയും ഇന്നുമായി പരിശോധന നടത്തി. രാത്രിയൊക്കെ തന്നെ പരിശോധനയ്ക്ക് എത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞെങ്കിലും അതിനെ മറികടക്കാനുള്ള ശ്രമത്തെ തുടർന്ന് പിന്നീട് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എന്തായാലും ഈ പ്രിന്റു മഹാദേവിനെ അനുകൂലിക്കുന്ന നിലപാടല്ല ബി.ജെ.പിയുടേത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ബി.ജെ.പി. നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതേസമയം തന്നെ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. കേസെടുത്തതിൽ അത് നിയമപരമായി തന്നെ നേരിടും. അതല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടും എന്നുള്ള നിലപാടാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. ശരി, എം.എസ്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടായത്.